പ്രധാനമന്ത്രിയുടെ ഇളയ പുത്രനായ സഞ്ജയ് ഗാന്ധിയാണ് 1971 ഓഗസ്റ്റിൽ മാരുതി മോട്ടോഴ്സ് ലിമിറ്റഡ് എന്ന കമ്പനി സ്ഥാപിച്ചത്. അദ്ദേഹം അതിനായി ഗുർഗാവൺ എന്ന സ്ഥലത്ത് ഏക്കറിന് 12,000 രൂപ വെച്ച് 297 ഏക്കർ സ്ഥലം അക്വയർ ചെയ്യുകയും ചെയ്തു. അദ്ദേഹമായിരുന്നു കമ്പനിയുടെ ആദ്യത്തെ MD. മാരുതി എന്ന പേര് സെലക്ട് ചെയ്തതും അദ്ദേഹമാണ്. മാരുതി എന്നാൽ ഹനുമാൻ, ഹിന്ദു ഗോഡാണ്. ശക്തനായ ചിരഞ്ജീവിയായ ദൈവമാണ് ഹനുമാൻ. അങ്ങനെ ഫെബ്രുവരി 24, 1981 കമ്പനി ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നു. ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ചു. അങ്ങനെ ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നു. 1980 ജൂൺ 23 സഞ്ജയ് ഗാന്ധി പക്ഷേ ഒരു വിമാന അപകടത്തിൽ മരണപ്പെട്ടു. അക്കാലത്ത് പ്രൈവറ്റൈസേഷൻ ഉണ്ടായിരുന്നില്ല. അതിനാൽ വിദേശ കമ്പനികൾക്ക് ഇന്ത്യയിൽ വന്ന് മാർക്കറ്റ് ആക്സസ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവായിരുന്നു. ആ സമയത്ത് ഇന്ത്യ ഗവൺമെൻറ് ആലോചിച്ചിരുന്നത് സാധാരണക്കാർക്ക് അവരുടെ പോക്കറ്റിനിണങ്ങുന്നതും മിഡിൽ ക്ലാസിൻ്റെ പോക്കറ്റിനിണങ്ങുന്നതും റിലയബിളും ഡെയിലി യൂസിന് പറ്റുന്നതുമായ ഒരു കാർ നിർമ്മിക്കുന്നതിനെക്കുറിച്ചായിരുന്നു. അതിനുവേണ്ടി അവർ പല വിദേശ കമ്പനികളെയും സമീപിച്ചു. റിനോൾട്ട്, ഫിയറ്റ്, വോക്സ് വാഗൺ, ജനറൽ മോട്ടോഴ്സ്, അങ്ങനെ പല വിദേശ കമ്പനികളെയും സമീപിച്ചെങ്കിലും അവരാരും ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടി കൈകൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ താരതമ്യേന അവരൊക്കെ അപ്പോൾ ലക്ഷ്യമിട്ടിരുന്നത് യൂറോപ്യൻ മാർക്കറ്റും അമേരിക്കൻ മാർക്കറ്റുമായിരുന്നു. അതേപോലെ തന്നെ ജപ്പാൻ കമ്പനികളും. പക്ഷേ താരതമ്യേന ചെറിയ കമ്പനിയായ സുസുക്കി അപ്പോൾ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുന്ന തിരക്കിലായിരുന്നു. അവർക്ക് വൻ കാറുകൾ നിർമ്മിക്കാനുള്ള കപ്പാസിറ്റി അപ്പോഴും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ഇന്ത്യയുമായിട്ട് കൈകൊടുക്കുകയും ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യൻ മാർക്കറ്റിന് അനുസൃതമായ കാറുകൾ നിർമ്മിക്കാനായിട്ട് അവർ കരാർ ഒപ്പിടുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് 1982 ഒക്ടോബർ 2 നോട്ട് ദ പോയിന്റ്, ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ അവർ സാധാരണക്കാരുടെ കാർ നിർമ്മിക്കുന്ന ഇതിന് വേണ്ടിയിട്ടൊരു കമ്പനി സ്ഥാപിക്കുകയും അങ്ങനെ കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ഇന്ത്യ ഗവൺമെൻറ്റിന് 76% ഓഹരിയും സുസുക്കിക്ക് 24% ഓഹരിയുമായിട്ട് മാരുതി ഉദ്യോഗ ലിമിറ്റഡ് സുസുക്കി മോട്ടോർ കോർപ്പറേഷൻ ചേർന്ന് കരാറിലേർപ്പെട്ടു. ആദ്യം 40% വരെ ഓഹരി കൈവശം വയ്ക്കാമെന്ന് സുസുക്കിക്ക് വ്യവസ്ഥയുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഈ ജോയിൻറ്റ് വെഞ്ചറായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഉണ്ടായ കമ്പനി പിന്നീടത് പ്രൈവറ്റൈസ് ചെയ്യുകയും പ്രൈവറ്റ് കമ്പനിയായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ മാരുതി സുസുക്കി എന്ന 2 കമ്പനികൾ ചേർന്ന് മാരുതി സുസുക്കി എന്ന ഒറ്റ കമ്പനിയായിട്ട് മാറുകയും അങ്ങനെ മാരുതിയുടെ കയ്യിലുള്ള ഷെയറുകൾ പിന്നീട് വിറ്റഴിക്കപ്പെടുകയും ചെയ്തു. ഇന്ത്യ ഗവൺമെൻറ് ആ സമയം പാർട്ണർഷിപ്പ് ഒഴിയുകയും ചെയ്തിരുന്നു. പക്ഷേ 1983 ഡിസംബർ 13 ആദ്യത്തെ കാർ ലോഞ്ച് ചെയ്യുകയും അങ്ങനെ കാറ് അതിനു മുമ്പ് തന്നെ ബുക്കിംഗ് ധാരാളമായിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ ധാരാളം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. പക്ഷേ പിന്നീട് കാറ് ഭയങ്കര സക്സസ് ആയി. ഇന്ത്യൻ റോഡുകളെ കീഴടക്കിയ ഒരു ബ്യൂട്ടി ക്വീനായിട്ട് മാറി ഈ കാറ്. എല്ലാവർക്കും അതിൻ്റെ ക്യൂട്ട്നെസ് കണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു. ബുക്കിംഗ് ധാരാളമായിട്ടുണ്ടായി. അങ്ങനെ ഉൽപ്പാദനം ഇരട്ടിയാക്കേണ്ടി വന്നു പല ഘട്ടങ്ങളിലും. അക്കാലത്തെ സിനിമകളിൽ പോലും ഈ കാറ് ഒരു പ്രധാനപ്പെട്ട വേഷം റോൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പല സിനിമകളിലും റൊമാൻറ്റിക് സീനുകളിൽ ഈ കാറ് ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അതും യൂത്തിനോട്, പ്രത്യേകിച്ച് ജനങ്ങൾക്ക്, യുവതലമുറയ്ക്ക് ഈ കാറിനോട് ഒരു അഭിനിവേശം ഉണ്ടാക്കുകയും ആ കാർ ധാരാളമായി ബുക്കിംഗ് ആവുകയും ചെയ്തു. ഈ മാരുതിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാരുതിയുടെ ഏതൊരു സ്പെയർ പാർട്സും ഏത് ഒരു ചെറിയ കടയിൽ പോലും ലഭ്യമാവുന്നതാണ്. പിന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. കമ്പയർഡ് ടു മറ്റുള്ള കാറുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്. ടെൻഷനില്ലാതെ മറ്റ് ബാധ്യതകളില്ലാതെ ഈ കാർ മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതും ഈ കാറിനെ ജനങ്ങളോട് കൂടുതലായിട്ട് അടുപ്പിക്കുന്നു. മാരുതിയുടെ ഒരു വിജയത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഫിനിഷ്ഡ് കാറുകൾ അവർ ഇമ്പോർട്ട് ചെയ്യുകയായിരുന്നു. ജപ്പാനിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു ചെയ്തിരുന്നത് സ്പെയർ പാർട്സുകളും. പിന്നീട് അവർ ഇവിടുത്തെ കോമ്പണൻസ് സ്പെയർ പാർട്സുകൾ ഇവിടെ തന്നെ നിർമ്മിക്കുന്ന രീതിയിൽ 18ഓളം ജോയിൻറ്റ് വെഞ്ചേഴ്സുകളുണ്ടായി. അതും ഈ കാറിൻ്റെ സക്സസ്സിന്, ഈ ബ്രാൻഡിൻ്റെ സക്സസ്സിന് ഒരു കാരണമായി. അപ്പോൾ ഒരു കാറ് വിൽക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഷെയർ ഇവിടുത്തെ കസ്റ്റമേഴ്സിനും അതുപോലെ ജോയിൻറ്റ് വെഞ്ചേഴ്സിൻ്റെ കോമ്പണൻസ് മേക്കിംഗ് ഫാക്ടറികളിലേക്ക് ഇവിടെ തന്നെ എത്തിച്ചേരുന്ന ഒരു അവസ്ഥയുണ്ടായി. അതും ഇന്ത്യയുടെ ഒരു തൊഴിൽ രംഗത്തും അതുപോലെ മാർക്കറ്റിലും ഒരു മോശമല്ലാത്ത ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അതും ഈ കാറിൻ്റെ സക്സസ്സിന് ഒരു കാരണമായി. അങ്ങനെ മാരുതി തൻ്റെ ജൈത്രയാത്ര തുടർന്നു. ഈ മാരുതിയുടെ എൻജിൻ പിന്നീട് അവർ പിൻവലിക്കുകയും മാരുതി കാർ ഇപ്പം നിർമ്മാണത്തിലില്ല. പക്ഷേ മാരുതി സുസുക്കി എന്ന കമ്പനി ഒറ്റ കമ്പനിയായിട്ട് മാറുകയും അത് ഒരു ധാരാളം പുതിയ കാറുകൾ